പ്രമേയത്തിൻ്റെ മഹത്വം അൽഹംദുലില്ലാഹ് എല്ലാവരും ഏറ്റെടുത്തു, എല്ലാവരും സ്വീകരിച്ചു. പിന്നെ ആരെങ്കിലും ഒറ്റപ്പെട്ടവർ അതിൽ സംബന്ധിച്ചിട്ടില്ലെങ്കിൽ, സഹകരിച്ചിട്ടില്ലെങ്കിൽ അവർ ചിന്തിക്കട്ടെ, അവർ ജനങ്ങളിൽ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു എന്നവർ ചിന്തിക്കുകയും അവരുടെ ചിന്ത നന്നാക്കിക്കൊണ്ട് ഭാവിയിലെങ്കിലും ഇതുപോലുള്ള നല്ല കാര്യത്തിൽ സഹകരിക്കാൻ അവർ ശ്രമിക്കട്ടെ എന്ന് പറയുകയല്ലാതെ നമുക്ക് നിർവാഹമില്ല. അതുകൊണ്ട് നാം ശ്രദ്ധിക്കുക. ഞങ്ങൾ ഗവൺമെന്റിനോട് ഒരുപാട് കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ മുഖ്യമായും ഞങ്ങൾ എല്ലായിടത്തും പറഞ്ഞതും ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നതും നമ്മുടെ കേരളം മദ്യമുക്ത കേരളമാവണം, മദ്യം ഉപയോഗിക്കാത്ത കേരളമാവണം. എന്താണ്? നടക്കില്ലേ? നടക്കും. സാക്ഷര കേരളം എന്ന ഒരു സ്വപ്നം കാണുകയും ഗവൺമെന്റ് അതിനൊരു പദ്ധതി ആവിഷ്കരിക്കുകയും ചെയ്തപ്പോൾ പ്രതിപക്ഷവും ഭരണപക്ഷവും ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവനും ഒന്നായി അതിനെ സ്വീകരിച്ചത് കൊണ്ട് അൽഹംദുലില്ലാഹ് നമ്മുടെ കേരളത്തിന് സാക്ഷരത കൈവരിക്കാൻ സാധിച്ചില്ലേ? എന്നാൽ സാക്ഷരത, അക്ഷരത്തിൻ്റെ സാക്ഷരത ഉണ്ടായത് കൊണ്ട് മാത്രം ഇവിടെ പ്രയോജനമില്ല. മനുഷ്യന്റെ ആത്മാവും മനുഷ്യന്റെ ബുദ്ധിയും ഇവിടെ കാത്തു സൂക്ഷിക്കപ്പെടണം. മദ്യപാനത്തിലൂടെ, ലഹരിയിലൂടെ മനുഷ്യന്റെ ബുദ്ധി നഷ്ടപ്പെടുകയാണ്, മനുഷ്യന്റെ മനുഷ്യത്വം നഷ്ടപ്പെടുകയാണ്. ചെറുപ്പക്കാരാരെങ്കിലും അതിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർ സാഹചര്യത്തിൻ്റെ വെളിച്ചത്തിൽ അങ്ങനെ പോയവരാണ് എന്നല്ലാതെ അവർ ലഹരിയുടെ വാദികളാണെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. ലഹരി നിർത്തണമെന്ന് പറയുന്നവരോട് അവർ എതിർക്കുമെന്നും ഞങ്ങൾക്ക് അഭിപ്രായമില്ല. ആരെങ്കിലും അങ്ങനെ ഉപയോഗിച്ച് പോകുന്നുവെങ്കിൽ തീർച്ചയായും അവർ സാഹചര്യത്തിൻ്റെ വെളിച്ചത്തിലാണ് അത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്കെല്ലാവർക്കും പ്രതിജ്ഞയെടുത്ത, നാം നേരത്തെ എടുത്ത പ്രതിജ്ഞയുടെ, പൊതുവായ പ്രതിജ്ഞയുടെ കൂട്ടത്തിലുള്ളതാണ് തിന്മക്കെതിരായി നാം എപ്പോഴും ഒന്നിക്കുമെന്ന പ്രതിജ്ഞ. ആ പ്രതിജ്ഞയിൽപ്പെട്ടതാണ് മദ്യപാനം, ലഹരി സാധനം ഉപയോഗിക്കുന്നത് നിർമ്മാർജ്ജനം ചെയ്യൽ. ഇൻഷാ അല്ലാഹ് ഗവൺമെന്റിനെ ഞങ്ങളതിൽ നിർബന്ധിപ്പിക്കും, ഞങ്ങൾ ആവശ്യപ്പെടും. ഏത് ഗവൺമെന്റ് ഭരിച്ചാലും ഈ മദ്യം വിൽക്കുന്നതിലൂടെ കോടികൾ ഉണ്ടാകുന്നു എന്ന നോട്ടമാണ് ഗവൺമെന്റിന് ഉണ്ടാകാറുള്ളത്. പക്ഷേ 10 കോടി ലഭിക്കുന്നുവെങ്കിൽ 20 കോടി അതുകൊണ്ട് ചെലവായി പോകുന്നു എന്നത് ആരും ചിന്തിക്കാറില്ല. കാൻസർ രോഗികൾ വർദ്ധിക്കുന്നു, കിഡ്നി നഷ്ടപ്പെട്ടവർ വർദ്ധിക്കുന്നു, മറ്റനേകം രോഗങ്ങൾ വർദ്ധിക്കുന്നു. മദ്യനിർമ്മാണശാലയിൽ മരിച്ചു പോകുന്നവരുടെ എണ്ണം, അവർക്ക് നഷ്ടപരിഹാരം, അങ്ങനെ നോക്കിയാൽ 10 കോടി ലഭിക്കുന്നുവെങ്കിൽ 20-25 കോടി രൂപ അതിൻ്റെ പേരിൽ നഷ്ടം വരികയാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കുകയും ഇവിടെ മദ്യമുക്തമാക്കാൻ എല്ലാ ആളുകളും, പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും എല്ലാം ചേർന്നുകൊണ്ട്, ഇവിടുത്തെ പണ്ഡിതരും പാമരനും എല്ലാവരും ഒത്തുചേർന്ന് ഇവിടെ നമ്മുടെ നാട് നല്ലൊരു നാടാക്കി തീർക്കാൻ നാം ഉത്സാഹിക്കണം. ലാ തശ്റബുൽ ഖംറ ഫഇന്ന ശുർബൽ ഖംറി റഅ്സു കുല്ലി ഫാഹിഷ. നിങ്ങൾ കള്ളു കുടിക്കരുതേ, കള്ളുകുടി എല്ലാ നീചനികൃഷ്ടമായ പ്രവർത്തനത്തിൻ്റെയും ഉത്ഭവമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കള്ളുകുടി നിർമ്മാർജ്ജനം നമ്മുടെ ലക്ഷ്യമാണ്. ഞങ്ങൾ ഇന്നത്തതോടുകൂടി ഈ യാത്ര കഴിഞ്ഞ് നിർത്തുകയല്ല,
ഇൻഷാ അല്ലാഹ് നിരന്തരമായ പ്രവർത്തനം ഇവിടെ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഈ നാട് നന്നാക്കിയെടുക്കുന്നതിന് എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യും. പുകവലി, എൻ്റെ ചെറുപ്പത്തിൽ ഒരു കല്യാണ സദ്യയുണ്ടെങ്കിൽ സിഗരറ്റും ബീഡിയും ഒന്നായിട്ട് ഇങ്ങനെ പാത്രത്തിലിട്ട് വെക്കലായിരുന്നു. ഇന്ന് അതൊക്കെ എടുക്കപ്പെട്ടു പോയി. പുകവലിക്കുന്നവർ 95% ഇല്ലാതെയായി. 5% 2% കുറഞ്ഞു. നാം പരിശ്രമിച്ചാൽ നടക്കും. നമ്മുടെ SSFന്റെ വിദ്യാർത്ഥികൾ പല പ്രാവശ്യം ഈ പുകവലിക്കെതിരായ പ്രവർത്തനം നടത്തുകയും ക്യാമ്പയിൻ സംഘടിപ്പിക്കുകയും എല്ലാം ചെയ്തത് ഇവിടെ എല്ലാവർക്കും അറിയാം. അങ്ങനെ നാം ഒത്തുചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന പക്ഷം നമുക്കത് സാധിക്കും. അഴിമതിയും അതുപോലുള്ള സംഭവങ്ങളും ഇന്ന് നിത്യത്തൊഴിലായിരിക്കുകയാണ്. മനുഷ്യർക്കിടയിൽ കൃപയില്ല, സ്നേഹമില്ല. സ്വന്തം ഭാര്യയെ കുത്തിക്കൊല്ലുന്നവർ, ഭർത്താവിന് മരുന്ന് കൊടുത്ത് കൊല്ലുന്നവർ, സ്വന്തം മക്കളെ പെൺകുഞ്ഞായതിൻ്റെ പേരിൽ കൊല്ലുന്നവർ, ഇങ്ങനെ ധാരാളം അധാർമികമായ പ്രവർത്തനം ഇവിടെ വളർന്നു വരികയാണ്. അരാജകത്വം വളർന്നു വരികയാണ്. ഇതിനെതിരായി നാം ഒന്നിക്കണം, നാം പ്രവർത്തിക്കണം. ഇത് മാത്രമാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ എൻ്റെ പ്രസംഗം നിർത്തട്ടെ. ഈ കേരള യാത്ര നടത്തിയത് നിങ്ങൾക്കൊരു രാഷ്ട്രീയ സംഘടന രൂപീകരിക്കാനാണോ എന്ന് ചിലരൊക്കെ സംശയം ചോദിച്ചു. വ്യക്തമായി പറയുന്നു, ഞങ്ങൾ രാഷ്ട്രീയ സംഘടന രൂപീകരിക്കാൻ അല്ല. മാത്രമല്ല, കുറെ കാലം മതസംഘടനയായി നടന്ന് അവസാനം അതൊരു രാഷ്ട്രീയ സംഘടനയായി രൂപപ്പെടുന്നതിനോട് ഞങ്ങൾക്ക് എതിർപ്പുമാണ്. അതാണ് ഇവിടെ ചിലപ്പോൾ കണ്ടുവരുന്നത്. പക്ഷെ ഇത് പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കരുത്, ഞങ്ങൾക്ക് രാഷ്ട്രീയമായ ഒരു വീക്ഷണം ഇല്ലാത്തവരാണ് എന്നാരും തെറ്റിദ്ധരിക്കണ്ട. ഞങ്ങൾക്ക് ഈ കാണുന്ന സ്നേഹ സംഘം 25,000, അതുപോലെ മറ്റ് ലക്ഷങ്ങൾ ഞങ്ങളുടെ ആക്റ്റീവ് പ്രവർത്തകർ, SYSന്റെയും SSFന്റെയും പ്രവർത്തകർ, സാധാരണക്കാർ, അവർക്ക് രാഷ്ട്രീയമായ ചിന്താഗതി എങ്ങനെ വേണമെന്ന് ശരിയായ നിലക്ക് ഞങ്ങൾ പഠിപ്പിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് അതിനുള്ള സംവിധാനം ഞങ്ങൾക്കുണ്ട്. അതാണ് രാഷ്ട്രീയം, ഞങ്ങളുടെ രാഷ്ട്രീയം. രാഷ്ട്രീയമുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് വീണ്ടും ആരും അർത്ഥം വെക്കണ്ട ഇവിടെ രാഷ്ട്രീയം രൂപീകരിക്കുമെന്ന്. അങ്ങനെ രാഷ്ട്രീയം രൂപീകരിക്കാതെ തന്നെ ഞങ്ങളുടെ രാഷ്ട്രീയം ഞങ്ങൾ ഇവിടെ നടപ്പിൽ വരുത്തും. രാഷ്ട്രീയം അങ്ങോട്ട് എന്തു ആവാം എന്ന് ആ തോന്നലാർക്കും വേണ്ട. രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്തുമാവാം, ഇവരെ നമുക്ക് പരിഗണിക്കേണ്ടതില്ല എന്ന് ആരും ധരിക്കണ്ട. ഞങ്ങൾക്ക് വ്യക്തമായ രാഷ്ട്രീയത്തിൽ ഞങ്ങൾക്ക് വ്യക്തമായ നയമുണ്ട്, വ്യക്തമായ രീതിയുണ്ട്, വ്യക്തമായ ശൈലിയുണ്ട്. അത് ശരിക്കും പഠിച്ചിട്ടുള്ളവരാണ് നമ്മുടെ വിദ്യാർത്ഥികൾ, നമ്മുടെ യുവജനങ്ങൾ, നമ്മുടെ സഹോദരങ്ങൾ എന്ന് ഞാൻ ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ ഞങ്ങൾ ഒരു ഭൗതികമായ താല്പര്യത്തിന് വേണ്ടിയല്ല ഈ യാത്ര നടത്തിയത്, രാഷ്ട്രീയമായ നേട്ടത്തിന് വേണ്ടിയല്ല ഈ യാത്ര നടത്തിയത്, ഏതെങ്കിലും ഒരു കക്ഷിയെ അധികാരത്തിൽ കയറ്റാൻ വേണ്ടിയല്ല, മറ്റൊരു കക്ഷിയെ ഇറക്കാൻ വേണ്ടിയല്ല. ഞങ്ങൾക്ക് അങ്ങനെയുള്ള യാതൊരു ലക്ഷ്യവും ഞങ്ങളുടെ ഈ യാത്രയിൽ ഇല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തട്ടെ. ഒടുവിലായി എൻ്റെ സഹോദരങ്ങളോട് ഒറ്റ വാക്ക് പറയാനുള്ളത്, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹു വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക
വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബാ. ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഈ സൂറത്തിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, കേരളത്തിൻ്റെ ഒരറ്റം മുതൽ ഇങ്ങേ അറ്റം വരെ നടന്നപ്പോൾ പതിനായിരക്കണക്കായ ആളുകൾ നമ്മളെ സ്വീകരിക്കുന്നത് കാണുമ്പോൾ, എന്നെ മിതമായും അമിതമായും പല ആളുകളും പുകഴ്ത്തുന്നത് കേൾക്കുമ്പോൾ, എന്നല്ല തിരുവനന്തപുരത്ത് ഈ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം ഉൾക്കൊള്ളാൻ കഴിയാത്ത ഇതിൻ്റെ 4 ഇരട്ടി ഈ ടൗണിൻ്റെ പരിസരം മുഴുവനും, തിരുവനന്തപുരം മുഴുവനും നിറഞ്ഞു കഴിഞ്ഞപ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് സർവശക്തനായ അള്ളാഹുവിൻ്റെ തൗഫീഖ് മാത്രമാണ്, അവൻ്റെ സഹായം മാത്രമാണ് എന്ന് നമ്മളെല്ലാവരും കരുതണം. ഒരു അണുവളവ് അഹങ്കാരവും ധിക്കാരവും മക്കളെ നിങ്ങളെ കൽബിൽ വന്നു പോകരുത് കേട്ടോ. എൻ്റെയും നിങ്ങളുടെയും ആരുടെ കൽബിലും ഒരണുമണി പോലും ധിക്കാരം വന്നു പോകണ്ട. എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് ഈ ആളുകൾ ഇവിടെ ഒരുമിച്ച് കൂടിയത്. വഴിമധ്യേ വെച്ച് ബസ്സിന് അടിച്ചവരും, ബസ്സിന് കുത്തിയവരും, കാറ്റൊഴിക്കാൻ ശ്രമിച്ചവരും, അതുപോലെ മറ്റ് അക്രമങ്ങൾ ചെയ്യാൻ മുതിർന്നവരുമൊക്കെ ഉണ്ടായി. ഞങ്ങളെ കുട്ടികളോട് ഞങ്ങൾ പറഞ്ഞു, മക്കളെ നിങ്ങൾ പ്രതികരിക്കരുത്, ഒരിക്കലും പ്രതികരിക്കരുത്. ഇവിടെ ഞാൻ ഇനിയും നിങ്ങളോട് പറയുന്നു, നിങ്ങൾ നാട്ടിൽ തിരിച്ചു ചെന്ന് പ്രതികാരം വീട്ടരുത്. ഇൻഷാ അല്ലാഹ് അതിനെല്ലാം സ്വയം പ്രതികാരവും പരിഹാരവും അല്ലാഹു തആല ഉണ്ടാക്കി തരിക തന്നെ ചെയ്യും. നിങ്ങൾക്ക് സംശയം വേണ്ട. നിങ്ങളെ ഈമാനോടുകൂടി, നിങ്ങളെ യഖീനോടുകൂടി നിങ്ങൾ ആത്മാർത്ഥമായി പ്രവർത്തിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകും. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹു, അല്ലാഹു തആല ഖുർആനിൽ നമ്മളെ പഠിപ്പിക്കുന്നു, അള്ളാഹുവിൻ്റെ സഹായവും അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് ഇതുപോലുള്ള വല്ല വിശാലതയും നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ, وَرَأَيْتَ النَّاسَ يَدْخُلُونَ فِي دِينِ اللَّهِ أَفْوَاجًا, അള്ളാഹുവിൻ്റെ ദീനിലേക്ക്, ഇതുപോലുള്ള സംഭവങ്ങളിലേക്ക് ജനങ്ങൾ കൂട്ടം കൂട്ടമായി കടന്നു വരുന്നത് കണ്ടാൽ, ധാരാളം ആളുകൾ തടിച്ചു കൂടുന്നത് കണ്ടാൽ, അവിടെ കിബിറടിച്ചു പോകല്ലേ, അഹങ്കരിച്ചു പോകല്ലേ. മറിച്ച് എന്താണ് ചെയ്യേണ്ടത്? ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു, അല്ലാഹുവിനോട് പൊറുക്കൽ ചോദിക്കുക, അല്ലാഹുവിനെ സ്തുതിക്കുക, അല്ലാഹുവിന് തസ്ബീഹ് ചൊല്ലുക, തസ്ബീഹ് ചൊല്ലുക, തഹ്മീദ് ചെയ്യുക, തഅലീം ചെയ്യുക, തംജീദ്, തഹ്മീദ്, തംജീദ്, തഅലീം, തക്ബീർ, തഹ്ലീൽ, ഇസ്തിഗ്ഫാർ. ഇതാണ് അള്ളാഹു ചെയ്ത നിഅമത്തിന് നാം ചെയ്യേണ്ടത് എന്ന് എൻ്റെ സഹോദരങ്ങളോട് ഉണർത്തട്ടെ. കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ 40 കൊല്ലം പൂർത്തിയാവുകയാണ്. കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിന് ഏറ്റവും നല്ല ദിശാബോധം നൽകി വിദ്യാർത്ഥി സമൂഹത്തെ യഥാർത്ഥ വിദ്യാർത്ഥിയായി മാറ്റിയെടുക്കുന്നതിൽ അങ്ങേയറ്റം പങ്കുവഹിച്ച നമ്മുടെ കൊച്ചുമക്കൾ 40 കൊല്ലം ഇവിടെ പ്രവർത്തിച്ചു. ഇൻഷാ അല്ലാഹ് അതിൻ്റെ 40ാം വാർഷികം 2013 ഏപ്രിൽ 26, 27, 28 തീയതികളിൽ നടക്കുന്നതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. അല്ലാഹു തൗഫീഖ് നൽകും.